ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മുടെ ഉച്ചക്കത്തെ ആഹാരത്തിന് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കാം. രാവിലെ പക്ഷേ പിള്ളേർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങളെല്ലാം കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കിനും വൈകിട്ടത്തേക്കിനുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് ഞാൻ വിചാരിക്കുന്നു. അപ്പം എണ്ണ ചൂടാക്കി, ഇതെൻ്റെ അമ്മായിമ്മയുടെ സ്വത്താണ്. അമ്മായിമ്മ തന്ന സ്വത്തായി ഒരു ഉരുളി, ഒരു പൂർവ്വ സ്വത്തായത്. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കാൻ ഞാൻ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഗ്രാമ്പു, ഏലക്ക, എന്തുവാ ഇതിൻ്റെ പേരെന്തുമായിരുന്നു, പട്ടയില, ഇതൊക്കെ എല്ലാം കൂടെ മസാലകളെല്ലാം കൂടെ നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഒഴിക്കിടാം. ചൂടാകട്ടെ, നല്ലതായിട്ട് ചൂടാകണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്, വെളിച്ചെണ്ണയല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളി ഇടുന്നത്. മൂക്കട്ടെ, നീലായിട്ട് മൂക്കണം. മൂക്ക് കഴിഞ്ഞിട്ട് മൂക്കാകുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പില വേറെ ഇടണം. കരിയാപ്പില ഇടുമ്പോഴാണ് നമുക്ക് ചിക്കൻ കറിക്ക് ഒരു മണവും സ്വാദും വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉള്ളി ചേർക്കാം. സവാള ചേർക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഇതിൻ്റെ ഗ്രേവിയുടെ കളറാവുന്നത്. നമുക്ക് നോക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് വെതറി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി നമുക്ക് സവാളയ്ക്ക് വേണ്ടിയുള്ള നോക്കാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ സവാള ഒന്ന് വാടാൻ വേണ്ടി 5 മിനിറ്റ് അടുപ്പ് വെച്ച് അടച്ചു വെക്കണം. അപ്പം ഞാൻ ഇത് ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് കണ്ടോ. ഉള്ളി ഞാൻ അടച്ചൊക്കെ വെച്ച് പിന്നെ 2-3 പ്രാവശ്യം ഇളക്കി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളി വഴന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ എന്നാ ഉണ്ട്, എല്ലാവരുടെയും വീട്ടിലൊക്കെ എന്നാ ഉണ്ട് വിശേഷം? ക്രിസ്മസ് ഒക്കെ ആയിട്ട് എവിടം വരെയായി ഒരുക്കങ്ങൾ? എല്ലാവരുടെയും വീട്ടിൽ കരോളൊക്കെ വന്നോ? ഇതൊന്ന് വഴരാൻ വേണ്ടി 5 മിനിറ്റ് എടുക്കും. അത് വഴരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് ഇങ്ങനെ കൂട്ടി വെക്കാം. അപ്പോഴത്തേനും ഇത് വഴരും. നമ്മുടെ തക്കാളിക്ക് ഇട്ടതെല്ലാം വഴന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, നമുക്ക് മല്ലിപ്പൊടി, നമ്മുടെ ഇറച്ചിയുടെ അളവിനനുസരിച്ച് മല്ലിപ്പൊടി ഇടാം. മുളക് പൊടി ഇട്ടിട്ട് അധികം മുളക് പൊടി ഇടാതെ ബാക്കി മസാലകൾ ഇടുമല്ലോ, ഗരം മസാല. ഞാനിപ്പോൾ ചിക്കൻ മസാല ഇടും. ചിക്കൻ മസാലയും കൂടി ഇടും. പിന്നെ നമുക്കിതെല്ലാം നല്ലതായിട്ട് മൂക്കണം. ഞാൻ വെക്കുന്നത് എനിക്കിത് നാടൻ രീതിയിലുള്ളൊരു വെപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇച്ചിരി സ്പൈസി ആയിട്ടും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടണം. ഇച്ചിരി നല്ലതായിട്ട് മൂക്കട്ടെ. നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കങ്ങനെ അറിയുന്നത് നല്ലൊരു മണം വരത്തില്ലേ? ഇവിടെ ആ മസാലയുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പം നമുക്ക് ഈ മൂത്ത മണം എല്ലാം മാറും. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ മസാല വഴന്നെന്നുള്ളൊരു ഇതറിയുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന ചിക്കന് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ചിക്കൻ നമ്മൾ ചിക്കൻ എപ്പോഴും വെള്ളമല്ലേ. അപ്പോൾ കുറേ നേരം ചിക്കൻ കഴുകി വെച്ച് കഴിയുമ്പം ചിക്കൻ്റെ വെള്ളം എല്ലാം താഴോട്ട് പോകും. അല്ലെങ്കിൽ എന്തോരു വെള്ളം ഉണ്ടായില്ല, എന്തോരു വെള്ളമാണ് നമുക്ക് ഉള്ളത്. നമ്മളൊരു കറി വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കണ്ടോ, വെള്ളം കണ്ടോ? ഞാനിത് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പം വെള്ളം താഴോട്ടങ്ങ് പോവും. അതിന് നല്ലതായിട്ട് മസാലയിലോട്ട് മിക്സ് ചെയ്യണം.
ഇതൊരു റോസ്റ്റ് പരുവത്തായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഗ്രേവി വേണം. കഴിഞ്ഞിട്ട് ഉള്ള കരിയാപ്പില എല്ലാം അങ്ങ് ഇടുക. എത്ര കരിയാപ്പില ഇട്ടാലും മലയാളികൾക്ക് നമുക്ക് തൃപ്തി വരത്തില്ലല്ലോ. അത് ഞാനാണെങ്കിൽ പച്ചമുളക് അതിൻ്റെ മേളിലേ എടുത്തോളൂ. എനിക്ക് പച്ചമുളക് ഇങ്ങനെ നല്ല രീതിയിൽ കിടക്കുന്ന കാണാം. വെന്ത് കിടക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് കിടക്കപ്പോൾ അതാണ് അത് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം, അത്രയേ ഉള്ളൂ. ഞാൻ അടച്ച് വെക്കുക. നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞ് വരട്ടി എടുക്കണം. ഇത്രയേ ഉള്ളൂ. വെന്ത് കഴിഞ്ഞ് വരട്ടി എടുക്കുമ്പോൾ പിന്നെ നമുക്ക് കാണാം. ഹലോ ഗായ്സ്, ചിക്കൻ്റെ എല്ലാം റോസ്റ്റ് പരുവത്തിലോട്ട് സെമി റോസ്റ്റിലോട്ടായി. അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി കുരുമുളക് പൊടി തൂകി കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി ഇത് ഇരിക്കും തോറും ചാറങ്ങ് ഇതിൻ്റെ ഗ്രേവി അങ്ങ് കുറുകി വരും. ഇനി നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ.